ഫ്രണ്ട്സ്, ഇന്ന് ഈവാൻ കുഞ്ഞിൻ്റെ ചോറൂണാണ്. അങ്ങനെ ഓൺ ദ വേ ആണ്, നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോവാണ്. കുറച്ച് ട്രാവലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡിലുള്ള പോർഷൻ മൊത്തം ഈവാൻ കുഞ്ഞിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കാറൊക്കെ സെറ്റ് ചെയ്യുന്നപ്പോൾ തത്രപ്പാടിലായിരുന്നു. ഇങ്ങനെയൊക്കെ പില്ലോ ഒക്കെ വെച്ച് നമ്മൾ ഫുൾ അവിടെ ഒരു ബെഡ് പോലെ ആക്കിയിട്ട് ഞാനും ഇവാനും അവിടെ ഇരുന്നത്. ഇങ്ങനെ ഒരു ലോങ് ട്രാവൽ ഇവാനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടായ രീതിയിൽ അവന് കളിക്കാനും പറ്റുന്ന രീതിയിൽ ബെഡൊക്കെ സെറ്റ് ചെയ്ത് പുതപ്പും പില്ലോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാണ് യാത്ര. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കാറ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും വർത്തമാനങ്ങളും കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഞങ്ങളിതാ യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴികളാണെങ്കിൽ കടകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കുറവായിട്ട് കണ്ട പോലെ തോന്നി. പിന്നെ അതേപോലെ തന്നെ ഒട്ടകത്തിനെ വളർത്തുന്ന കുറേ ഫാം പോലെയുള്ള കുറച്ച് ഏരിയകൾ ഞങ്ങൾ ഈ യാത്രക്കിടെ കാണാൻ പറ്റി. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് കുറച്ച് പ്രകൃതി ഭംഗി കൂടി വരുന്ന മാതിരി തോന്നി. അതുകൊണ്ട് ആ ഭാഗത്തെ ഷോട്ടൂടെ അമ്മയാണ് ഇതൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്തത്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. പിന്നെ എൻ്റെ കൂടെ കൂടി ഇപ്പോൾ ഓരോന്ന് പഠിച്ചു തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ ഈ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനേ. ഇനി ഇവാൻ കുഞ്ഞിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അവൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒന്ന് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ്, നല്ല ചൂടായി തുടങ്ങിയ സീസണാണ്. ആ ടൈമിലാണ് നമ്മളിവിടെ എത്തിയത് തന്നെ. ഇനി ഈ ചൂട് എങ്ങനെ, ഞങ്ങൾ കുടയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാലേ എന്തെങ്കിലും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അങ്ങനെ എന്താ അങ്ങോട്ട് എത്താനാകുമ്പോഴേക്ക് ഇവാൻ കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അവനൊന്ന് ഫ്രഷായി. അവനെ നോക്കി കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് കയറുമ്പം കരച്ചിലും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുള്ളൂ. അവനിതാ ഉറക്കമൊക്കെ എണീറ്റ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ അവനൊന്ന് കുറച്ച് വീട്ടിലൊക്കെ ആകുമ്പോൾ കിടന്ന് കളിക്കുന്നൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ടോയ്സൊക്കെ ഞാൻ അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവന് വീട്ടിൽ മിക്കവാറും ബെഡിലൊക്കെ ഇരുന്ന് നിലത്തൊക്കെ ഇരുന്ന് കളിക്കുന്നതായതുകൊണ്ട് ഈ ബെഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അവന് കുറച്ച് നേരം അവൻ്റെ ഒരു ടൈമായിട്ട് കളിക്കാനൊക്കെ കാറിലിരുന്ന് പറ്റി. അങ്ങനെ കുറച്ച് ടൈം അവന് ടോയ്സൊക്കെ ആയിട്ടിരുന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി. ഇനി നമ്മൾ ഇവാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഡ്രസ്സും കാര്യങ്ങളും ബാക്കിൽ ഒരു ലോഡ് ലഗേജ് ഈ ബാക്ക് സൈഡ് ഉണ്ട്. കാരണം എന്താ എന്നറിയില്ല, കുറച്ച് ഡയപ്പേഴ്സും എല്ലാം തന്നെ നമ്മൾ അവനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കയറുന്നത്. അവന് മുണ്ടും തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം പുറത്ത് അത്യാവശ്യം വെയിലുണ്ട്. അങ്ങനെ റെഡി ചെയ്ത അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവാൻ കുഞ്ഞിനെ ഒന്ന് ഡ്രസ്സൊക്കെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിച്ച് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. UAE തലസ്ഥാനമായ അബുദാബിയിലെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിളാണ് ഇത്. പകൽ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശില്പങ്ങളും അതിൻ്റെ കൊത്തുപണികളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച അമ്പലമാണ്. അപ്പം അതിൻ്റെ ഭംഗി അത് ആസ്വദിച്ച് തന്നെ നമ്മൾ പോകണം. ഈവാൻ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഈ ഓരോരോ അമ്പലത്തിൻ്റെ പല വശങ്ങളിലായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അവനൊക്കെ വലുതാകുമ്പോൾ ഇതൊരു ചെറിയ ഓർമ്മകളായിട്ട് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാനും ആലോചിച്ചു. അമ്പലത്തിൻ്റെ ഓരോരോ ഭാഗവും വ്യത്യസ്തമായിരുന്നു. കണ്ടിരിക്കാനും ഒരു കൗതുകം തോന്നുന്ന രീതിയിൽ തന്നെയുള്ള നിർമ്മിതിയായിട്ട് എനിക്ക് തോന്നി. അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ചെരുപ്പ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു ഏരിയ ഉണ്ട്. ഇവിടെ വന്ന് ഈ റാക്കുകളിൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിച്ചു വെക്കാം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കുറച്ച് സമാധാനപരമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ലിഫ്റ്റ് കയറി ഈ അന്നപ്രസാദ്, അതായത് ചോറൂണിലെ ചടങ്ങിനുള്ള ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി. നമ്മളുടെ പൂജാരിയാണെങ്കിൽ അവിടെ ചോറൂണും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം വേണം നമുക്ക് പ്രാർത്ഥനകളിലേക്കും പരിപാടിയിലേക്കും കിടക്കാൻ വേണ്ടി. ഈ കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രസാദം, അതായത് ചോറ്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് തേന്, പുളി, ഉപ്പ്, നെയ്യ്, അതേ മുളക്, ഇതൊക്കെയാണ് ഈ ഒരു ഇലയിൽ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് അവർ തന്നെ തരുന്നുണ്ട്. അങ്ങനെ പൂജാരി അവിടെയുള്ള സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇനി ഇതിലേക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളിലേക്കും കിടക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞാണെങ്കിൽ കുറച്ച് സമയം അവൻ ചിണുങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ. എന്നാലും ഇത്ര സമയമൊക്കെ അവൻ പിടിച്ചു നിന്നല്ലോ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടായി. ഇനി ചോറൂണിൻ്റെ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് പൂജാകർമ്മങ്ങളും കാര്യങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा श्रवेदाः स्वस्ति नस्तारक्षो कनिष्ठदेवः स्वस्ति नो बृहस्पतिर्दधातु बलं कर्णेभिः शृणुयाम तन्म आबध्नामि शतशारदाय जुग्मान्यदृष्टिदधा सम्म ॐ युवासुवासकर्मसादाक्षश्रेया प्रवतजायमानः निम्नानाम्नं भगिन्यम् इवान् भाइनाम्नं भक्तानाम् अत्र उपस्थितानां च सर्वेषां सत्संगिनां साधूनां पार्षदानां सद्गुणानां समस्त गुणातीत मंडल भक्तानां। अभी मैं जैसे बोलूंगा वैसे आपको बोलना है। मम तथा च आत्मनः वेदोक्त पुराणोक्त पुण्यफल प्राप्ति अर्थं कायिक वाचिक मानसिक कर्मदोष परिहार अर्थम आध्यात्मिक आदिभौतिक आदिदेविक त्रिविध ताप उपशमन अर्थम लोके सभायां राजद्वारे धर्मक्षेत्रे कृषिक्षेत्रे व्यापारक्षेत्रे उद्योगक्षेत्रे अभ्यासक्षेत्रे स्वे स्वे कर्मणि यशो विजय लाभ स्थापनं च हरिः ओं गणानन्त्वा गणपतिं हवामहे प्रियानन्त्वा प्रियपतिं हवामहे निधीनन्त्वा निधिपतिं हवामहे वसु मुखप्रक्षालनं समर्पयामि मुखे आचमनीयं समर्पयामि सफलं जीवनं भूयात् प्रसादफलेन मे फलं समर्प्यते भक्त्या। पार्वती सीता महादेवी जय गणेश जय गणेश जय गणेश देवा माता जाकी पार्वती सीता महादेवा एकदंत दयावन्नामि न जानामि सर्वजनं पूजां चैव न जानामि। श्री गजानन गणपति महाराजाय नमो नमः സമർപ്പയാമി സമ്പൂർണ്ണതാവാച. അങ്ങനെ ഫൈനലി ചോറൂണും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പൂജാരീൻ്റെ ഒപ്പം കുറച്ച് നേരം നിന്ന് അവൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവൻ്റെ കുറച്ച് കളികളും കാര്യങ്ങളും ഞങ്ങൾ അവിടെ കണ്ടിരുന്നു.
പിന്നെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. നല്ല ചൂടായിരുന്നു. പക്ഷേ ഇവിടെ തറയിൽ പിങ്ക് സാൻഡ് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഇത് 50 ഡിഗ്രി ടെമ്പറേച്ചർ ആയാൽ വരെ നമുക്ക് കാലിന് ഒരു പൊള്ളലോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടാത്ത ഒരു സ്റ്റോണാണ് അത്. ഗോപുരത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് മാർഗമോ പടികൾ കയറിയോ എത്താം. 60ഓളം പടികളുണ്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി. ഇവിടെ നിന്നുള്ള വ്യൂ അത്ര ഭംഗിയായിരുന്നു. ഗോപുരത്തിൻ്റെ പുറകെ കാണുന്ന കൊത്തുപണികളിൽ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം, ഇതുകൂടാതെ അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ ഇതിഹാസ ചിത്രങ്ങൾ വരെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊത്തുപണികളാൽ തീർത്ത ഒരു ഗോപുരങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ചുറ്റും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ അകത്ത് 7ഓളം പ്രതിഷ്ഠകളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പുറമേയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ കുഞ്ഞിനെ ഒന്ന് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി കയറി. ചേഞ്ചൊക്കെ ചെയ്യിച്ച് ഞങ്ങളിതാ ഇവിടെ ഒരു ഷോപ്പും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റും എല്ലാം തന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ കൊടയും ഫ്രീ ആയിട്ട് കൊടയും ഇതേപോലത്തെ ഒരു വെള്ളക്കൊടയും അതേപോലെ തന്നെ വീൽ ചെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ഇന്നത്തെ ഇവുവിൻ്റെ ചോറൂണ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാതാ വൈറ്റ് കൊടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊടയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവാൻ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. ഇനി തൊട്ടിട്ട് അവന് ചെറിയ ചെറിയ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങാം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയകൾ അവിടെ അവൈലബിൾ ആണ്. അതിനൊരു ഫോട്ടോ സ്പോട്ട് വരെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഇവൻ്റെ ചോറൂണ് ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ. അങ്ങനെ ഞങ്ങളൊന്നും